കോടനാട് ചികിത്സയിലിരിക്കെ ചെരിഞ്ഞ കാട്ടാനയുടെ ജഡം കൂട്ടിൽ നിന്ന് പുറത്തെടുത്തു. പോസ്റ്റ്മോർട്ടം ഉടൻ ആരംഭിക്കും. തൃശൂരിൽ നിന്നും ഡോക്ടർമാരുടെ സംഘം കോടനാട് എത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം അഭയാരണ്യത്തോട് ചേർന്ന വനമേഖലയിൽ ആണ് സംസ്കരിക്കുക. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ചികിത്സ ഫലം കണ്ടില്ല. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? മൃതദേഹം അല്ലെങ്കിൽ ഈ മൃതശരീരം ഇന്ന് തന്നെ സംസ്കരിക്കുമോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ, അത് അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിലെ വെറ്റിനറി വിഭാഗം ഡോക്ടർമാർ എനിക്ക് തോന്നുന്നു ഇപ്പോഴേക്കും അവിടേക്ക് എത്തി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇവരുടെ നേതൃത്വത്തിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അത് അല്പസമയമെടുക്കും. ഇതിനുശേഷമായിരിക്കും ഇവിടെ അഭയാരണ്യത്തിലെ വനമേഖലയോട് ചേർന്ന് ആനയുടെ ജഡം സംസ്കരിക്കുക. അതിനുവേണ്ടിയുള്ള വലിയ കുഴികൾ എടുക്കുന്നു എന്നതാണ് അകത്തുനിന്ന് അറിയാൻ സാധിക്കുന്നത്. അകത്തേക്ക് പ്രവേശനമില്ല, പുറത്താണുള്ളത്. ഇതിൽ ഇന്ന് ഒരു ഉച്ചയോടുകൂടിയാണ് ആന ചരിയുന്നത്. കൂട്ടിനകത്ത് ചരിഞ്ഞ് വീഴുകയായിരുന്നു. ഇതിൽ പ്രാഥമികമായുള്ള ഒരു അനുമാനം എന്ന് പറയുന്നത് വൈദ്യ സംഘം അവരെ പരിശോധിച്ച് പറഞ്ഞത് ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെയും അത് ആഹാരവും ഒപ്പം തന്നെ വെള്ളവും എടുത്തതാണ്. പക്ഷേ ഇന്ന് ഒരു ഉച്ചയോടുകൂടി അത് ഹൃദയാഘാതമുണ്ടായി ആന കൂടിനകത്ത് തന്നെ ചരിഞ്ഞു വീഴുകയായിരുന്നു എന്ന് പറയുന്നു. ചികിത്സ നല്ല രീതിയിലേക്ക് നീങ്ങുകയായിരുന്നു. അതിന്റെ അണുബാധ ഉണ്ടായിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ മരുന്ന് സ്പ്രേ ചെയ്യുകയും ഒപ്പം അത് വൃത്തിയാക്കാനും എല്ലാം തന്നെ സാധിച്ചിരുന്നു. ആ രീതിയിലുള്ള ചികിത്സകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ആന്റിബയോട്ടിക്കുകൾ നൽകിയിരുന്നു. അങ്ങനെ ചികിത്സ ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയത്. പക്ഷേ ഹൃദയാഘാതമുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ആനയെ മയക്കുവെടി വയ്ക്കുന്ന ആ സമയം ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമാണ്. അത് കുഴഞ്ഞ് വീഴുന്ന രീതിയിലായിരുന്നു, ചരിഞ്ഞ് വീഴുകയായിരുന്നു. അതിന്റെ ഒരു ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അന്ന് നേരത്തെ തന്നെയും ആശങ്കയുണ്ടായിരുന്നു. പരിക്ക് അത് പുഴുവരിക്കുന്ന രീതിയിലേക്ക് അതിന്റെ മസ്തകത്തിലെ മുറിവ് മാറിയിരുന്നു. അതിന് ശ്വാസമെടുക്കാൻ തുമ്പിക്കൈ കൊണ്ടുപോലും സാധിക്കാത്ത രീതിയിലേക്ക് അതിന്റെ ആ മുറിവിലൂടെയായിരുന്നു ശ്വസിച്ചിരുന്നത് എന്നെല്ലാമാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അതിന് തുമ്പിക്കൈയിലൂടെ വെള്ളമെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വന്നിരുന്നു. വെള്ളം വായിൽ ഓസ് ഉപയോഗിച്ച് വായിലേക്ക് വെള്ളം കൊടുക്കുകയായിരുന്നു. ഈ രീതിയിലെല്ലാം തന്നെ അതിന്റെ പരുക്ക് അതിന്റെ ആരോഗ്യസ്ഥിതി ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്കെല്ലാം മാറിയിരുന്നു. അന്ന് മയക്കുവെടിയേറ്റ് വീഴുമ്പോൾ അതിനെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് തന്നെ വലിയ ശ്രമപ്പെട്ടായിരുന്നു അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഏതാണ്ട് 25 ദിവസത്തിനിടെ 2 തവണയാണ് അതിന് മയക്കുവെടിയേറ്റത്. ആദ്യ തവണ ആദ്യഘട്ട ചികിത്സയുടെ ഭാഗമായിട്ട് ഇതിനെ മയക്കുവെടി നൽകുകയുണ്ടായി. അതിനുശേഷം ഒരു ബൂസ്റ്റർ ഡോസ് കൂടി എടുത്തു. പിന്നീടാണ് ഈ ചികിത്സ നടത്തുകയും പിന്നീട് അതിനെ കാട്ടിലേക്ക് വിടുകയും ചെയ്തു. തുടർന്ന് നിരീക്ഷണത്തിലായിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ ആരോഗ്യസ്ഥിതി നാൾക്ക് നാൾ മോശമാകുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നിരുന്നു. അങ്ങനെയാണ് ചികിത്സ പിടികൂടി ചികിത്സ നൽകാൻ അഭയാരണ്യത്തിലേക്ക് ഇവിടേക്ക് എത്തിക്കുകയും ചെയ്തത്. പക്ഷെ ആ ചികിത്സ ഫലം കാണുന്നതിന് മുൻപ് തന്നെ കൊമ്പൻ ചരിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകി ഇവിടെ ആരംഭിക്കും. അതിനുശേഷം ഇതിന്റെ യഥാർത്ഥ ഒരു മരണകാരണം എന്താണ്, അതിന്റെ ഒരു പരിക്ക് എത്രത്തോളം എത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയുള്ളൂ. തലച്ചോറിലേക്ക് അണുബാധ ഏറ്റോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അതിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ റിസൾട്ട് കൂടി വരണം. എന്തായാലും ഇതിനുശേഷം ഇവിടെ വനമേഖലയോട് ചേർന്നായിരിക്കും ആനയുടെ ജഡം സംസ്കരിക്കുക എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം കാക്കനാട് അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണർ മനീഷ് വിജയുടെയും കുടുംബത്തിൻ്റെയും ആത്മഹത്യ CBI അറസ്റ്റ് ഭയന്ന് എന്ന് പോലീസ്. ജാർഖണ്ഡ് PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് സഹോദരി ശാലിനിയെ CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അതേസമയം വിദേശത്തുള്ള ഇവരുടെ സഹോദരി കേരളത്തിൽ എത്തിയ ശേഷം മാത്രം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതി എന്നാണ് പോലീസിന്റെ തീരുമാനം. ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ജാർഖണ്ഡ് PSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ ശാലിനിക്ക് ഡെപ്യൂട്ടി കളക്ടറായി നിയമനവും ലഭിച്ചിരുന്നു. എന്നാൽ പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഇവരുടെ ബാച്ചിന്റെ നിയമനങ്ങൾ സർക്കാർ മരവിപ്പിച്ചു. കേസെടുത്തതിനെ തുടർന്ന് ജോലിയിൽ പ്രവേശിക്കാനും കഴിഞ്ഞില്ല. മനീഷ ലീവ് എടുത്തത് സഹോദരിയുടെ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നതായി സഹപ്രവർത്തകരും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന CBI സംഘം ചോദ്യം ചെയ്യലിനായി ശാലിനിക്കും നോട്ടീസ് നൽകിയിരുന്നു. 1ാം റാങ്ക് നേടി നിയമനം നേടിയിട്ടും ജോലി നഷ്ടപ്പെടുകയും കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തതിന്റെ മാനഹാനിയാകാം കൂട്ട ആത്മഹത്യയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.
അമ്മ ശകുന്തളയുടെ മരണം സംഭവിച്ചതെങ്ങനെയെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അമ്മയുടെ മരണശേഷമാണ് ശാലിനിയും സഹോദരനും ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് പറയുന്നു. വിദേശത്തുള്ള ഇവരുടെ സഹോദരി കേരളത്തിലെത്തിയ ശേഷം മാത്രം പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മതിയെന്നാണ് പോലീസിന്റെ നിലവിലെ തീരുമാനം. ഇവരുടെ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മരിച്ച മനീഷിന് സർവീസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ശാലിനിയുടെ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ CBIയിൽ നിന്ന് തേടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 3 പേരെയും മരിച്ച നിലയിൽ ക്വാർട്ടേഴ്സിൽ കണ്ടെത്തിയത്. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. ന്യൂസ് 18 കൊച്ചി. മലപ്പുറത്ത് അമ്മയെ അതിക്രൂരമായി കൊലപ്പെടുത്തി മകൻ. കൽപ്പകഞ്ചേരി വെലത്തൂരിൽ ആണ് സംഭവം. ആമിനയെയാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന മകൻ മുസമ്മിൽ ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലയ്ക്കടിച്ചും വെട്ടിയും കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ 7 മണിയോടെയായിരുന്നു അരുംകൊല. കൽപ്പകഞ്ചേരിയിലെ കാവുപുരയിൽ 62കാരി ആമിനയെ 35കാരനായ മകൻ മുസമ്മിൽ കൊടുവാൾ ഉപയോഗിച്ച് വെട്ടി. അടുക്കളയിൽ ജോലിയിലായിരുന്ന ആമിനയെ പിന്നിലൂടെ ചെന്ന് വെട്ടുകയായിരുന്നു. നിലത്ത് വീണ ആമിനയുടെ തല ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു. ആമിന തൽക്ഷണം മരിച്ചു. മുസമ്മലിന് മാനസിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ സമാന തരത്തിലുള്ള പ്രകോപനങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ആമിനയുടെ ഭർത്താവ് രാവിലെ ജോലിക്ക് പോയതിന് പിന്നാലെയാണ് സംഭവം. അമ്മയും മകനും തമ്മിൽ രാവിലെ വാക്കേറ്റമുണ്ടായി. അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം വീടിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു മകൻ. മുസമ്മലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 മലപ്പുറം. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചു. അഭിഭാഷകൻ ജേക്കബ് മാത്യു മുഖേനയാണ് ആലത്തൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. അപേക്ഷ അടുത്ത ദിവസം പരിഗണിക്കും. ഇരട്ടക്കൊലക്കേസ് റിമാൻഡിലുള്ള ചെന്താമര വിയ്യൂർ ജയിലിൽ ആണ്. ജനുവരി 27-നാണ് വ്യക്തിവൈരാഗ്യം കാരണം അയൽവാസിയായ സുധാകരന്റെ അമ്മ ലക്ഷ്മി എന്നിവരെ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. ആശാ വർക്കർമാർ നടത്തുന്ന സമരം 12ാം ദിവസം പിന്നിടുകയാണ്. ചർച്ചയ്ക്കുള്ള സാധ്യതകൾ പോലും അടയുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ. ചർച്ചയ്ക്ക് സന്നദ്ധമെന്ന് സർക്കാർ പറയുമ്പോഴും ഇതുവരെ സമരക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങളോട് അനുകൂലമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. ആശാവഹമായ ഒരു സൂചനയുമില്ലാതെയാണ് സമരം അനിശ്ചിതമായി മുന്നോട്ട് പോകുന്നത്. കടുംപിടുത്തം സർക്കാർ തുടരുന്നു. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതിലെ സാഹചര്യമാണ് ആരോഗ്യമന്ത്രി പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്ന വേതനം കേരളം നൽകുന്ന കാര്യവും ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ NRHM-ൽ നിന്ന് ലഭിക്കുന്ന തുക എങ്ങനെ വിനിയോഗിക്കണമെന്നത് സംസ്ഥാനങ്ങളുടെ വിവേചനാധികാരമാണെന്നും പെൻഷൻ ആനുകൂല്യമായി 2 ലക്ഷം രൂപ വരെ നൽകുന്ന മറ്റിടങ്ങളുണ്ടെന്നും സമരക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ കേരളത്തിൽ 2 മാസത്തെ ഓണറേറിയവും 3 മാസത്തെ ഇൻസെന്റീവുമാണ് കുടിശ്ശികയായുള്ളത്. ആശാവർക്കർമാർ ജോലി ചെയ്യുന്നത് സംസ്ഥാനത്തെ ആരോഗ്യവകുപ്പിന് കീഴിലാണ്. അപ്പോൾ ആശാവർക്കർമാരുടെ വിഷയങ്ങൾ പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അവരുടെ വേതന അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിക്കേണ്ടുന്ന സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ടാണ് നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ഇത് ആവശ്യപ്പെടുന്നത്. ഓണറേറിയം കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്നല്ലേ സർക്കാർ